ഹൈ ഗൈസ് ഞാനുണ്ടല്ല പുതിയ ക്യാമറ എടുത്തട്ടാ നമ്മുടെ DJI Action 5 Pro. അപ്പോൾ 2 ദിവസമായി എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഈ ക്യാമറേൻ്റെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ മിന്നാന്ന് ക്യാമറ വാങ്ങുന്ന സമയത്ത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിന്, ഷോപ്പിൽ നിന്ന് അൺബോക്സ് ചെയ്യുന്ന മൊബൈലൊരു വീഡിയോ എടുത്തിന്, ജസ്റ്റ് ഒരു അൺബോക്സിങ്. അപ്പോൾ കാണാത്തവർ എൻ്റെ ചാനലുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനൽ കയറിയിട്ട് കണ്ടോ. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ. അപ്പോൾ ഇന്നേതായാലും വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ DJIൻ്റെ ഓസ്മോ പോക്കറ്റ് 3 യൂസ് ചെയ്തിന്, 1 വർഷത്തോളം ഉപയോഗിച്ചിട്ട് അതിപ്പോൾ കൊടുത്ത്. പിന്നെ ഇതിന് മുമ്പ്, അതായത് DJI ഓസ്മോ പോക്കറ്റ് 3 എടുക്കുന്നതിന് മുമ്പ് നമ്മളെ ഗോപ്രോൻ്റെ ആക്ഷൻ ക്യാമറയിൽ യൂസ് ചെയ്തിന്, GoPro 12, പിന്നെ അതിന് മുമ്പ് GoPro 9, പിന്നെ അതിന് മുമ്പ് GoPro 7. ഞാൻ ശരിക്കും വ്ളോഗിങ്ങിന് ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു ആക്ഷൻ ക്യാമറ വെച്ചാൽ GoPro 7 ആട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് GoPro 9 എടുത്തു, പിന്നെ GoPro 12 എടുത്തു, അതെല്ലാം കൊടുത്ത്. അതിനിടയ്ക്കൊരു കനോണിൻ്റെ വ്ളോഗിങ് ക്യാമറ എടുത്തിന്, ആക്ഷൻ ക്യാമറ അല്ല, വ്ളോഗിങ് ക്യാമറ, കനോൺ G7X Mark II. അത് കുറേ കാലം എൻ്റെ ഉണ്ടായിനി, അതിപ്പോൾ എൻ്റെ അടുത്തുണ്ട്, അതെന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ട്. പിന്നെയാണ് DJI ഓസ്മോ പോക്കറ്റ് 3 എടുത്തത്. അതിപ്പം കൊടുത്തിട്ടിപ്പം വീണ്ടും ആക്ഷൻ ക്യാമറയിലേക്ക് തന്നെ വന്നു. നമുക്ക് ആക്ഷൻ ക്യാമറയെ നടക്കുള്ളൂ, നല്ല സുഖമാണ് ആക്ഷൻ ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ, ടക്ക് 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 ടക്കായിട്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് വേണ്ട വെച്ചാൽ ഇത് ഈ ക്യാമറയിൽ ഫസ്റ്റത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി അങ്ങനെ ഉണ്ട്, നല്ല അഭിപ്രായം അറിയിക്കാം കേട്ടോ. അതുപോലെ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, മെയിനായിട്ട് വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇതിലായിരിക്കും പയറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളെല്ലാം കിട്ടി. അപ്പോൾ ആ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ അതുണ്ട്, എന്തെല്ലാം അതിലുള്ളത് എന്നെല്ലാം ഞാൻ കാണിച്ചിന്, ചെറിയൊരു വീഡിയോ കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, 3 ബാറ്ററികളുണ്ട്. നമുക്ക് ഒരു ദിവസം എടുക്കേണ്ട ചാർജ് നിൽക്കുന്ന സംഭവമുണ്ട്, 3 ബാറ്ററി മതി ഒരു ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു അടിപൊളി സാധനമാണ് സ്റ്റിക്ക്. കണ്ടോ, ഇത് നമുക്ക് വലുതാക്കാം, നല്ല വലുതാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറയിലുണ്ട്, എനിക്കിത് വലുതാക്കി കാണിച്ചു തരാൻ കഴിയില്ല. ഞാൻ ഏതായാലും നമുക്കിത് സ്റ്റിക്ക് വെച്ചിട്ടുള്ള സാധനം കാണാം. പിന്നെ ഇത് കണ്ട, ഇത് എൻഡിങ്ങിൽ ഇത് മാഗ്നറ്റാണ്, നമുക്ക് ക്യാമറയുടെ അടിയിൽ കണക്ട് ചെയ്താൽ മതി. ഇത് സെപ്പറേറ്റ് ഉള്ളതാട്ടോ, ഇതിനായി ഇനി ഫിറ്റ് ചെയ്താണ്. കണ്ടോ, ഇതിനായി ഇപ്പോൾ ഫിറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് അടിയിൽ, ക്യാമറയുടെ അടിയിൽ ഇങ്ങനെ വെച്ചാൽ മതി, മാഗ്നറ്റാണ്, അവിടെ ഇങ്ങനെ കണക്റ്റ് ആയിട്ട് നിൽക്കും. നല്ല സംഭവമാണ്, നമുക്ക് വേണ്ടുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് സ്റ്റിക്ക്, ഈ മുകളിൽ കാണുന്ന മാഗ്നറ്റ്, ഇതിന് അഡീഷണൽ ഇത് ഈ ക്യാമറയുടെ കൂടെ വന്ന തന്നെ ഈ സാധനം. ഇങ്ങനത്തെ 2 ഉണ്ട്, 2 ക്ലാമ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അടിയിൽ കണക്ട് ചെയ്യാം. നമുക്കതിൽ ഇത് വെച്ചിട്ടുള്ള ഷൂട്ടെല്ലാം നോക്കാട്ടെ എങ്ങനെ ഉണ്ടെന്ന് വീഡിയോ. ഓക്കെ, അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് നടന്നിട്ട് വരാമല്ലോ. നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നല്ല സുഖാട്ടോ. സൂര്യൻ ഇതാ അവിടെ ഉണ്ട്, ഇതാ സൂര്യൻ അവിടെ ഉണ്ട്. ഇതാ 2 സാധനം പോകുന്നുണ്ടോ, കണ്ടത്ത് നാട്ടം പോകുന്നതാണ്, ഫുൾ ചളിയാണ്. അപ്പോൾ നേരെ ബാക്കിൽ സൂര്യനുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ കുറച്ച് അങ്ങനെ നടന്നിട്ട് നമുക്കിൻ്റെ ക്ലാരിറ്റി എല്ലാം ജസ്റ്റ് നോക്കാം കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്ക് നല്ല അടിപൊളിയാട്ടോ, ഭയങ്കര ദൂരമാണ്, ഈ കാണുന്ന പോലെ ഒന്നല്ല ഈ സാധനം. കണ്ടോ, ഇത് നല്ല ഹൈറ്റ് ആവും ഈ സാധനം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിൻ്റെ ഗുണം ഇതാണ്, കണ്ടോ, നമുക്ക് പെട്ടെന്ന് കണ്ടാ ടപ്പായിട്ട് കണ്ടാ, ഇതാ അങ്ങോട്ട് നോക്കൂ, കണ്ടാ വേഗം അങ്ങോട്ടേക്ക് തിരിച്ചോളാം. ആക്ഷൻ ക്യാമറയിൽ വ്ളോഗ് ചെയ്തതിൻ്റെ ഗുണം ഇതാവും, നല്ല സുഖമാണ്. നമുക്കുണ്ടല്ലോ സ്റ്റിക്ക് വെച്ച് നോക്കാമല്ലോ, സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് സംഭവം മനസ്സിലായില്ല നിങ്ങൾക്ക്, അറിയാപ്പോൾ എല്ലാവർക്കും ഏകദേശം ആക്കെല്ലാം അറിയും. അതായത് ഇതാണ് സ്റ്റിക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഈ മാഗ്നറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടായി കണ്ടാ, ഇങ്ങനത്തെ 2 മൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിനാണ് എടുത്തിട്ട് ഇതിന് നമ്മൾ സ്റ്റിക്കിന് വെച്ച്, ഇനി നമുക്ക് ക്യാമറ അടിയിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ മെല്ലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയോ, നല്ല അടിപൊളി സെറ്റാവും. എവിടെ സെറ്റ് കണ്ടോ, ഇപ്പോൾ സ്റ്റിക്ക് വെച്ച് നമുക്ക് സ്റ്റിക്ക് നീട്ടി നോക്കാമല്ലോ. സ്റ്റിക്ക് നീട്ടുമ്പോൾ ക്യാമറ ഇങ്ങനെ കുത്തനെ വെക്കണം, എന്നാലും നമുക്ക് നമ്മളെ കാണുള്ളൂ. ഒരുപാട് വലുതാണ് പൊട്ടിയത്, പോരാ കണ്ടാ. വാവ്, എന്താ ഹൈറ്റ് നോക്കിയാൽ. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇത്ര നീളത്തിൽ? കാരണം ക്യാമറ ദൂരത്താണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ പറയണേ.
കേൾക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും കേൾക്കും. ഇനി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വേണോ? ആ കാറ്റുണ്ട് ചെറിയ കാറ്റുണ്ട്. സാധനം പൊടിയല്ലേ, ഇത്രയും വൈഡ് കിട്ടും. ചെറുതാക്കട്ടെ ഗായ്സ്. എങ്ങനെയുണ്ട് പറട്ടാ? ഇപ്പോൾ സ്റ്റിക്കിലാണ് ഉള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ സ്റ്റിക്ക് ഉണ്ടായിട്ടില്ല കയ്യിൽ. അതായത് ഞാൻ കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ മുമ്പേ അങ്ങനെ കയ്യിൽ ഞാൻ സ്റ്റിക്കൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കൽ. സൂര്യൻ താണെന്ന് തോന്നുന്നു അല്ലേ ബാക്കിൽ? ആയി 5:30 6 മണി ആവാനായില്ലേ? 5:30 മണി കഴിഞ്ഞ് 5:45. അപ്പോൾ ഈ വൈകിട്ട് 5:45 ഉള്ള പിക്ചറാട്ടെ ഇത്. രസമില്ലേ? ഉണ്ടിപ്പോൾ ഉണ്ടാവും. ഇതുണ്ടോ ഇത് കണ്ടം. ഇതെല്ലാം ഇപ്പം ഞാറിടാൻ വേണ്ടിക്ക് സെറ്റാക്കും കേട്ടോ. മഴ പെയ്യുമ്പോൾ ഞാറിടാൻ വേണ്ടിക്ക് സെറ്റാക്കും. വെള്ളമൊന്നുമില്ല, വെള്ളം കുറേ വെട്ടിയിട്ടാണ്. ഇതാ ഇതുപോലെ കണ്ടാ. ഇതിപ്പോൾ ഞാറിടാൻ വേണ്ടിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിത്തിടും കണ്ടാ. മിന്നാന്ന് ഒരു മഴ പെയ്തിന്, അതിന് ശേഷമാണ് ഇത് സെറ്റാക്കിയത് കേട്ടോ. കണ്ടാ ഇവിടെ എല്ലാം. ഇനിയിപ്പോൾ അവിടെ എല്ലാം സെറ്റാക്കും അതുപോലെ കണ്ടാ. ഇത് കണ്ടാന്ന് ഞാറിലിട്ടീന സംഭവം നല്ല പച്ചപ്പാവും, അടിപൊളി, കാണാൻ നല്ല രസമുണ്ടാവും. ഇവിടെ എല്ലാം ഇടലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഞാറിൻ്റെ ഇത് ഇടലുണ്ട്, വിത്തിടും കുറച്ച് കഴിയുമ്പോൾ. പൊതുവേ ഇടലുണ്ട്. ഞാൻ ഈ സ്ഥലമെല്ലാം മുമ്പേ കാണിക്കുന്ന കേട്ടാ. എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം ഈ സ്ഥലമല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈകിട്ട് നടക്കാൻ മുമ്പിൽ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് കണ്ട, കുറച്ച് നടന്നതിന് എടുത്തു. ഇതാ കണ്ടാ, ഇതിപ്പോൾ ബ്ലോക്ക് ചെയ്ത് ഇവിടെ വേനൽക്കാലത്ത് ഇത് ബ്ലോക്ക് ചെയ്യും, ഉപ്പുവെള്ളം കയറുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ. ഇതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിനി, പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആക്കി. അല്ലെങ്കിൽ 4 ബ്ലോക്ക് ചെയ്യും. ഇതിപ്പോൾ ഓപ്പൺ ആക്കി. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആക്കി വിടും. കാരണം ഇപ്പുറത്തെ വെള്ളം ഇപ്പുറത്താൻ വേണ്ടിക്കേ എന്താ വെള്ളം മോശം വെള്ളം കേട്ടോ. കറുത്ത കളർ കണ്ട, കറുപ്പടിച്ച്. ഇപ്പോൾ മഴ പെയ്യുമ്പം ഇതും ഓപ്പൺ ആക്കും, ഇതെല്ലാം ഓപ്പൺ ആക്കി വിടും. ഇപ്പോൾ മണ്ണ് കണ്ട, മണ്ണിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടല്ല, അതെല്ലാം ഓപ്പൺ ആക്കി വിടും. നേരെ പോയി ഇങ്ങനെ പുഴയാണ്, അങ്ങ് പുഴയാണ്. അപ്പോൾ പുഴയിലെ വെള്ളമെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കൂടി പാസ്സാവും. ഇവിടെ എല്ലാം മീനെ കൊണ്ട് കളിയാന്ന്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ മീൻ. ഇവിടെ ആൾക്കാർ വരും മീനെ പിടിക്കാൻ വേണ്ടിക്ക് വലയിലെടുത്തിട്ട്. ഫുള്ള് കട്ടയായിരിക്കും. വെള്ളാട്ട ബാലാട്ടെന്നാ പറയല്. വാലാട്ടാന്നെല്ലാം പറയും. ഒരുത്തൻ കോരെല്ലാം എടുത്തിട്ട് നടക്കുന്നുണ്ട്. ഞണ്ടര പിടിക്കാനാന്ന് തോന്നുന്നു. എന്തിനാ ഞണ്ടാ കിട്ടീനാ? ഈ വീട്ടിലെ ചെക്കനാ. കയ്യെല്ലാം നല്ല രസമുണ്ടല്ലോ അല്ലേ? പിന്നെയുള്ള ഗുണമെന്നറിയാം, ഇപ്പം ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ ഒരു വർഷത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ DJ ഓസ്മോ പോക്കറ്റ് 3 ഞാൻ പറഞ്ഞില്ലേ. അതിൽ ഭയങ്കര പ്രശ്നം വെച്ചാൽ ഒരു തുള്ളി വെള്ളം ഊറ്റാൻ പറ്റില്ല. വെള്ളം ഊറ്റിക്കന്നെ പോയി സാധനം. പിന്നെ കംപ്ലൈൻ്റ് ആവും. നമ്മൾ സാധാ ക്യാമറ ഇല്ലേ DSLR, അതെല്ലാം പോലെയാണ്. വെള്ളം ഊറ്റിക്കന്നെ പണി കിട്ടും. അപ്പം വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എന്താ പറയുക വെള്ളം ചാറിലെല്ലാം അടിക്കുന്നുണ്ടെങ്കിൽ പണിയാവും. കാരണം ഞാൻ മെയിനായിട്ട് എന്താ പറയുക വെള്ളച്ചാട്ടം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെള്ളച്ചാട്ടത്തിലായിരിക്കും. വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കുളിക്കലും കണ്ണൂരിൽ ഏകദേശം വെള്ളച്ചാട്ടത്തിലൊക്കെ ഞാൻ പോകും, അറിയാലോ. അപ്പോൾ വെള്ളം സീനാണ്. അപ്പോൾ എന്തായാലും ഒരു ആക്ഷൻ ക്യാമറ ആണ്. ഇതാണെങ്കിൽ വാട്ടർ പ്രൂഫാണ്, നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കുക, വെള്ളത്തിൻ്റെ അടിയിൽ യൂസ് ചെയ്യുക. തല പോയ തെങ്ങ് കണ്ട മുകളിൽ, ഇങ്ങനത്തെ തെങ്ങിൽ തത്തലുണ്ടോ? തത്ത. അപ്പോൾ സംഭവം ചെയ്യാം. അതാണ് ഇപ്പം ഞാൻ വീണ്ടും ഒരു ആക്ഷൻ ക്യാമറയിലേക്ക് വന്നത്. GoPro എടുത്തിട്ടില്ല. GoPro ഞാൻ പറഞ്ഞില്ല കൊടുത്ത്. ഇവിടെ സീറ്റ് ഉണ്ടായി നല്ല മരത്തിൻ്റെ ഇടി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇതിൽ ഇരുന്നിട്ടില്ല, ഒരു വട്ടമായിട്ട് ഇതിലൂടെ പോകുമ്പോൾ കണ്ടതാ. അപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വെള്ളച്ചാട്ടം, അതായത് മഴക്കാലത്ത് ഉപയോഗിക്കണമെങ്കിൽ ആക്ഷൻ ക്യാമറ എന്താ പറയുക റഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ധൈര്യത്തിൽ ഉപയോഗിക്കാം. മഴക്കാലത്ത് നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഗുണം. വെള്ളമാകുന്ന പേടിയും വേണ്ട, ചാളറടിക്കുന്ന പേടിയും വേണ്ട. പിന്നെ മഞ്ഞിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ പേടിയും വേണ്ട. മഞ്ഞായി കഴിഞ്ഞാൽ മഞ്ഞ് കുറച്ച് കഴിയുമ്പം മഞ്ഞ് നല്ലോണം ഉള്ള സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവല്ല. അതെല്ലാം ഞാൻ പറഞ്ഞ ക്യാമറക്ക് സീനാണ്. പിന്നെ വീണ് കഴിഞ്ഞാലും പണിയാന്ന്. ഇതങ്ങനെ വലിയ സീനില്ല, വീണാൽ പണി ഇതന്നെ. പക്ഷെ എന്നാലും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല ഈ ആക്ഷൻ ക്യാമറക്ക്.
ചളിയുടെ സ്മെല്ല് ഇതാണ്ട, ഫുൾ കട്ട ചളിയാട്ടാ. വെയിലിൻ്റെ ചൂട് കൊണ്ട് കീറിയിട്ടുണ്ടാ, കണ്ട കണ്ടം കീറിയിട്ടൊക്കെ. ഞാൻ നടന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിയട്ടാ. നല്ല വ്യൂ അല്ലേ, അടിപൊളിയല്ലേ. അത് മുമ്പേ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറയാട്ടോ. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോക്കായി. കഴിഞ്ഞ സീസണിലെ നെല്ലിൻ്റെ ഇത് കണ്ട, കറ്റ നെല്ല് കൊണ്ടുവന്ന് ഇട്ടിട്ട് കറ്റടിച്ചിട്ട് ബാക്കിയുള്ള സാധനമാണ്. അറിയില്ലേ? അറിയും, എനിക്കറിയും. പോവാം നമുക്ക് ഇവിടുന്ന്. അങ്ങനെ പോയിക്കാൻ അങ്ങോട്ടോളം നടക്കേണ്ട സ്ഥലമുണ്ട്. ആൾക്കാർക്ക് ഇങ്ങനെ നടക്കും വൈകിട്ട്, നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ തിരിച്ചു നടക്കുകയാണ് ഗൈസ്. സൂര്യൻ താണിട്ടൊന്നുമില്ല കേട്ടോ. സൂര്യൻ അങ്ങ് അവിടെ ഉണ്ട് കണ്ട. ഇപ്പോൾ ലൈറ്റ് ആയിട്ടാണ് മഗ്‌രിബാവുന്നെന്ന് തോന്നുന്നു. സൂര്യൻ അസ്തമിക്കുന്നെന്ന് തോന്നുന്നു. ഇല്ല, 6 മണിയാവുന്നത്രേ. 6:45 ആ സമയത്താണ് ബാങ്ക് അല്ലേ? ബാങ്കെല്ലാം കൊടുക്കണത്രേ. ആയിട്ടില്ല, 6 മണിയാവുന്നത്രേ. കറക്റ്റ് ടൈം നോക്കട്ടെ ഒന്ന്. 5:52. 6 മണിയാവുന്നു. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ എന്താ പറയുക, ഇതിലായിരിക്കും കൂടുതൽ വീഡിയോസ് ഉണ്ടാവുക. പിന്നെ മെയിനായിട്ട് ഇതിൽ തന്നെ ഉണ്ടാവുക. കൂടുതൽ വെള്ളച്ചാട്ട വീഡിയോസ് എല്ലാം വരും കേട്ടോ. നമ്മളെ കണ്ണൂരിലെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ ലൈഫ് സ്റ്റൈൽ വീഡിയോസിലുണ്ടാവും. ഓക്കെ ഗൈസ്, പൊളിക്കാം നമുക്ക്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് നടക്കാട്ടോ. വീട്ടിലങ്ങോട്ടേക്ക് പൊളിയല്ലേ. ഫ്ലൈറ്റ് പോകുന്ന വെച്ചേക്കുന്നുണ്ടെങ്കിൽ നേരെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. എയർ ഇന്ത്യ അല്ലേ എടുത്ത് കണ്ണറച്ച് നമ്മളിവിടെയൊക്കെ വെക്കും. കാർമേയത്തിനടിയിൽ പോയി നിന്ന് കേട്ടോ. വീഡിയോ കണ്ടിരിക്കും, നല്ല സൗണ്ടുണ്ട്. കണ്ണൂരിന്ന് വിട്ടിയാന്ന് തോന്നുന്നു. അതിലൂടെ പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. പോയി മുകളിലേക്ക് നോക്കിയിട്ട് കണ്ണറച്ചെന്നു ഞാൻ പറഞ്ഞ സ്ഥലം. നമുക്ക് ഇങ്ങനെ ആ ചെരുപ്പിലിട്ടിട്ട് ഇറങ്ങി വേണ്ട. ചെക്കന് ഇടുന്ന് 2 തപ്പി ഇറങ്ങി. കിട്ടിനാടാ? അതാ വരമ്പ് എന്ന് പറയും. വരമ്പ് കട്ട് ചെയ്തിട്ടേ. ചെറിയ കാറ്റുണ്ട് കേട്ടോ. കാറ്റിൻ്റെ നോയ്സ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വഴിയില്ല. തുള്ളിയ എത്തുമായിരിക്കും. വേണ്ട, തുള്ളിയിട്ട് റിസ്കിന് കണ്ട. ഇത് അപ്പുറം ഇപ്പുറത്തേക്ക് വെള്ളം പോകാൻ വേണ്ടിക്ക് അങ്ങനത്തോളം വരമ്പാക്കിന് കണ്ട. ഇത് ഈ അടുത്താക്കിയ വരമ്പാ. ഇവിടുന്ന് തുള്ളിക്കാനാ എത്തും, ബട്ട് വേണ്ട, തുള്ളിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നീടല്ലോ ഇതിപ്പോൾ സ്റ്റാൻഡേർഡിലാണ് ഉള്ളത്. ഇപ്പോൾ ഇനി വൈഡ് ഉണ്ട്, പിന്നെ അൾട്രാ വൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ്. നമുക്കിനി ഈ വൈഡ് ഇട്ട് നോക്കാമല്ലോ. ഓക്കെ, ഇതിപ്പോൾ വൈഡിലിട്ട് കേട്ടോ. സ്റ്റാൻഡേർഡിൽ നിന്ന് വൈഡിലേക്ക്. നല്ല ബാക്ക്ഗ്രൗണ്ടെല്ലാം കുറച്ച് നല്ലോണം കാണാം, അങ്ങത്തോളം കാണും കണ്ടോ. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, കുറച്ച് നല്ലോണം വൈഡായി. ഇനി അൾട്രാ വൈഡ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഇതാ അൾട്രാ വൈഡ്, നല്ല വൈഡായില്ലേ ബാക്ക്ഗ്രൗണ്ട്. നോക്കിയേ, റൗണ്ട് ഷേപ്പിൽ. ഇതിട്ടിട്ട് സ്റ്റിക്കും കൂടെ നീട്ടീനും കണ്ടല്ലോ. വീഷ് ഇതാ കണ്ടോ. നമുക്ക് ഫുള്ള് ലെങ്ത്ത് കൂട്ടി നോക്കാമല്ലോ. ഓക്കെ, അൾട്രാ വൈഡിൽ ഉള്ള പടമാണ് ഇത് കണ്ടോ. അൾട്രാ വൈഡിൽ സ്റ്റിക്കിൽ ഫുള്ളായില്ലേ. അൾട്രാ വൈഡിൽ സ്റ്റിക്കാണ് കണ്ടോ. അൾട്രാ വൈഡിൽ സ്റ്റിക്ക് ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ലെങ്ത് ആക്കിയിട്ട്. സൗണ്ട് ഉണ്ടോ? ഞാനിത്ര പോരെ ഉണ്ടാവും അല്ലേ. ഓക്കെ, മോശം ഉണ്ടാവില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററി പാക്ക്, ഇതിൻ്റെ കൂടെ ക്യാമറ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ 3 ബാറ്ററി ഉണ്ടായത്. അതിൻ്റെ കൂടെ ഒരു ബാറ്ററി പാക്ക് ഉണ്ട്. നമുക്ക് ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിലല്ലോ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാം ആ ബാറ്ററി പാക്കിലിട്ടിട്ട്. നല്ല സുഖമാണ്. ആ 3 ബാറ്ററി നമുക്കൊരു ദിവസത്തെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജ് കിട്ടും, 3 ബാറ്ററിയും കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ പവർ ബാങ്കും കൂടെ ഉണ്ടെങ്കിൽ സേഫായി ചാർജ് കഴിയുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാം. പക്ഷേ ഒരു ദിവസത്തേക്കുള്ള ചാർജ് എന്തായാലും നമുക്ക് കിട്ടും 3 ബാറ്ററിയിൽ.
കുറച്ച് നല്ല ഇതിൻ്റെ എന്താ പറയുക ബാക്കപ്പുള്ള ബാറ്ററിയാണ്. അപ്പോൾ സെറ്റായിരിക്കും ഇൻഷാ നമുക്ക് പൊളിക്കാം. അതിനാ നേരെ വീട്ടിലേക്ക് കേട്ടോ, ചെറിയൊരു വീഡിയോ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ക്ലാരിറ്റി അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് പറയാട്ടോ, വീഡിയോ ക്വാളിറ്റി അതുപോലെ ഓഡിയോ ക്ലാരിറ്റി എല്ലാം പറയാട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ക്യാമറയിലുള്ള വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോ വേണ്ടി പോയാൽ ചെറിയ വീഡിയോ ചാനൽ മുതലേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യും, എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എൻ്റെ അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ. ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അഷ്റഫ് കണ്ണൂർ. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഓക്കെ, നെക്സ്റ്റ് കാണാം. അതുവരെ ബൈ.